ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ മലയാളം ഭാഗം 2 എന്ന പുസ്തകത്തിലെ പാഠം 9 വീട് കെട്ടണം ഡിയാ ഡിയ എന്ന പാഠത്തിലെ കേക്ക് കൊണ്ടൊരു വീട് എന്ന കഥയിലെ അടുത്ത ഭാഗം നമുക്ക് കേട്ടാലോ. ഇനി ടീച്ചർ ചോദിക്കട്ടെ, എന്താ വീട്ടിലെ സോഫയും മേശയും ഒക്കെ നമ്മുടെ ഉറുമ്പുകൾ തിന്നണത്? ഇതൊക്കെ തിന്നാൻ പറ്റണതാണോ? കൂട്ടുകാർക്കും സംശയമായില്ലേത്? നമ്മുടെ കുറേ ഉറുമ്പുകൾ പറഞ്ഞേ, ഇത് വീടല്ല കേക്കാ. കേക്ക് കണ്ടിട്ടുണ്ടാ? ഇത് വീടൊന്നല്ല, ഇത് കേക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് വേറെ ചില ഉറുമ്പുകൾ എന്താ പറഞ്ഞെന്നറിയോ? ഇത് കേക്കല്ല, ഇത് വീടാന്ന്. വേറെ ഉറുമ്പുകൾ എന്ത് പറഞ്ഞു? ഇത് കേക്ക് വീടാ. ഇപ്പൊ പിടി കിട്ടിയില്ലേ? കേക്കാണത്. കേക്ക് എങ്ങനെ ഉണ്ടാക്കണ? കേക്ക് കൊണ്ട് ഒരു വീടുണ്ടാക്കിയേക്കാണ്. കൂട്ടുകാരിങ്ങനെ കേക്ക് കൊണ്ട് വീടുണ്ടാക്കിയത് കണ്ടിട്ടുണ്ടോ? നമ്മൾ കേക്ക് കൊണ്ട് പല ഡിസൈനും നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് എന്താണ്? കേക്ക് കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത്? ഒരു വീടുണ്ടാക്കിയേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചോണനുറുമ്പും നെയ്യുറുമ്പും ഒക്കെ ഈ വീട്ടിൽ കയറിയ വഴിക്ക് നമ്മുടെ സോഫയും മേശയും ഒക്കെ തിന്നാൻ തുടങ്ങിയത്. നല്ല മധുരാന്ന് പറയണത് ഇപ്പൊ മനസ്സിലായോ? കേക്ക് എന്ന് പറഞ്ഞാലോ, കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല മധുരം തന്നെയാണല്ലേ. അടുത്തത് എന്താ ഉണ്ടായേ? ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു. സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. മൈനയെ കണ്ടിട്ടുണ്ടോ? മൈന എന്ന് പറയുന്ന കിളിയെ കണ്ടിട്ടുണ്ടോ? മൈന പറന്ന് വന്നിട്ട് എവിടേക്കാ പോയത്? അടുക്കളയിലേക്കാണ് പോയത്. വീട്ടിൽ അടുക്കളയുണ്ടാവില്ലേ? ഈ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് കൊത്തി രുചിച്ചത് അല്ലേ. ആ മൈനയുടെ കൊക്ക് കൊണ്ട് ഓരോന്നിങ്ങനെ കൊത്തിയിട്ട് രുചി നോക്കി. അപ്പം മൈന എന്താ പറഞ്ഞത്? മൈന പറഞ്ഞു, സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. ഭക്ഷണത്തിന് എന്തുണ്ട്? നല്ല സ്വാദാണെന്നും മൈന പറഞ്ഞു. പിന്നെയോ മയിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്. അപ്പം മയിൽ എവിടേക്കാ പോയത്? മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി. നല്ല മിഠായി, നല്ല സ്വാദ്. എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു. മയിലിനെ വീട് ക്ഷണിച്ചപ്പോൾ മയിൽ എന്ത് ചെയ്തു? കിടപ്പുമുറിയിലേക്ക് തല നീട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മിഠായി തലയണ, മിഠായി കൊണ്ട് ഉണ്ടാക്കിയത് എന്താണ്? മിഠായി കൊണ്ട് തലയണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തലയണ അങ്ങോട്ട് വായിലാക്കി. നല്ല മിഠായി, നല്ല സ്വാദ്. മയിലത് തിന്നു നോക്കിയപ്പോൾ മയിലിന് എന്താ തോന്നിയത്? നല്ല മിഠായി എന്താണ്? നല്ല സ്വാദുള്ളതാണല്ലേ. എന്നിട്ട് ഭയങ്കര സന്തോഷത്തില് നമ്മുടെ മയിൽ എന്ത് ചെയ്തു? മനോഹരമായി നൃത്തം വെക്കാൻ തുടങ്ങി. കണ്ടവർക്കെല്ലാം എന്തു തോന്നിയുണ്ടാവും? ബ്രാക്കറ്റിൽ പറയാണ്, ആനന്ദം, ദുഃഖം, നിരാശ, വെറുപ്പ്. കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ, മയിലിന് എന്താവും തോന്നിയിട്ടുണ്ടാവുക? ആനന്ദമാണോ തോന്നിയത്? ദുഃഖമാണോ തോന്നിയത്? നിരാശയാണോ തോന്നിയത്? വെറുപ്പാണോ തോന്നിയത്? എന്താവും മയിലിന് തോന്നിയിട്ടുണ്ടാവുക? മിഠായി തലവണ വായിലാക്കി നല്ല സ്വാദെന്ന് പറഞ്ഞു മയില്. എന്നിട്ട് മയിലിന് നന്നായി സന്തോഷത്തിൽ എന്ത് ചെയ്തു? നല്ലൊരു നൃത്തമൊക്കെ വെച്ചു. ഇത് കണ്ടവർക്കല്ല എന്താവും തോന്നിയിട്ടുണ്ടാവുക? മിടുക്കന്മാരാണല്ലോ. കണ്ടവർക്കെല്ലാം എന്ത് തോന്നിയിട്ടുണ്ടാവും? ആനന്ദം തോന്നിയിട്ടുണ്ടാവൂലേ? നല്ല രസമായിരിക്കൂലേ? അല്ലാണ്ട് എത്രയും നല്ലൊരു നൃത്തമൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ദുഃഖവും നിരാശയും വെറുപ്പൊക്കെ തോന്നുമോ? ഇല്ല അല്ലേ. അപ്പൊ കണ്ടു നിന്നവർക്കൊക്കെ ആനന്ദമായി. ഇപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞത്? ഇത് എന്താണ്? വീടല്ല, കേക്കല്ല. ഇതെന്താണ്? കേക്ക് കൊണ്ടൊരു വീടാണ്. കേക്ക് കൊണ്ടൊരു വീട് പണിതേക്കാണ്. തിന്നാൻ പറ്റുന്ന വീട്. നമ്മൾ കേക്ക് മുറിച്ച് തിന്നില്ലേ, അതുപോലത്തെ ഒരു വീടാണിത്. ഇനിയോ ഉറുമ്പുകൾ വന്നതിന് ശേഷം പിന്നെ വന്നത് മൈന വന്നിട്ട് എവിടേക്കാ പോയത്? അടുക്കളയ്ക്ക് പോയി. അവിടെ ഭക്ഷണമൊക്കെ കൊത്തി തിന്നു. പിന്നെയോ പിന്നെ നമ്മുടെ മയിൽ വന്നിട്ട് കിടപ്പുമുറിയിൽ പോയിട്ട് എന്ത് ചെയ്തു? മിഠായി തലോണ തിന്നു. തിന്നിട്ട് നല്ല സ്വാദ് തോന്നിയില്ലേ. അത് തോന്നിയതിന് ശേഷം നമ്മുടെ മയിലേ മനോഹരമായി നൃത്തം ചെയ്തു. എന്നിട്ടോ ഇതൊക്കെ കണ്ടു നിന്നവർക്ക് വളരെ ആനന്ദമായി.
കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് ഈ കഥയുടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.